ഇന്നലെ കൂത്തുപറമ്പിൽ നടന്ന കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ വെച്ച് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സർക്കാരിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. ഷാഫി പറമ്പിൽ ഇന്നലെ പറഞ്ഞത്, ജനം കൈവിട്ടപ്പോൾ ഭക്തരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള തന്ത്രമൊരുക്കുകയാണ് പിണറായി വിജയനും സഖാക്കളും എന്നുള്ളതാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ കാപട്യമാണ്. കാരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയെ കളങ്കപ്പെടുത്തുവാനും ആചാരങ്ങളെ കാറ്റിൽ പറത്തുവാനും നവോത്ഥാനം സൃഷ്ടിക്കുവാനും ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് പിണറായി വിജയനെന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർക്കുകയാണ്. കാര്യങ്ങൾ തകിടം മറിയുകയാണ്. ഈ പ്രസ്താവനക്ക് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ഭീഷണികളുമായിട്ട് CPMന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവർ, EP ജയരാജനും അതുപോലെ P ജയരാജനും അടങ്ങുന്ന നേതാക്കളൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ഷാഫി പറമ്പിലിനെതിരെ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്, ആ കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഷാഫി കൂടുതൽ കളിച്ചാലേ നീ കളിക്കണ്ടടാ എന്നാ പറഞ്ഞത്. കൂടുതൽ കളിച്ചാലേ ഞങ്ങൾ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ഷാഫിയോട് പറയുന്നത്. എന്നാൽ ഈ ഭീഷണികൾക്കൊന്നും ഷാഫിയെ ഭയപ്പെടുത്തുവാനോ ഷാഫിയെ പിന്നോട്ടടിപ്പിക്കുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഷാഫി അതിശക്തമായി കടുത്ത ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഓരോ തോൽവികളെയും എടുത്തു കാണിച്ചുകൊണ്ട് വീണ്ടും ജൈത്രയാത്ര നടത്തുകയാണ് എന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഷാഫി പറമ്പിൽ തൻ്റെ ലോക്സഭാ മണ്ഡലമായ പാർലമെന്ററി മണ്ഡലമായ വടകരയിൽ സ്ഥിര സാന്നിധ്യമാണ്. വടകര എന്ന് പറയുമ്പോൾ വടകര എന്ന പ്രദേശമല്ല, കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായ പ്രവർത്തനങ്ങളിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ 2026 തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും UDFന്റെ കൂടുതൽ MLA മാരെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള തത്രപ്പാടിലാണ് ഈ പറയുന്ന ഷാഫി പറമ്പിലുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ച് പിണറായി വിജയന്റെ തോൽവികളും പിണറായി വിജയന്റെ ആഭാസങ്ങളും പിണറായി വിജയന്റെ കാപട്യങ്ങളും തുറന്നു കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ CPMന് സ്വാഭാവികമായിട്ടും കലി ഇളകുന്നുണ്ട്. അവർ വളരെയധികം രോഷാകുലരാകുന്നുണ്ട്. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്ക് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ നയിച്ചത് എന്നുള്ളതാണ്. അത് ഷാഫിക്കെതിരെ അത്തരത്തിലൊരു സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു അധിക്ഷേപം നടത്തിക്കൊണ്ട് ഷാഫിയെ അങ്ങ് ഒതുക്കാം, അതല്ലെങ്കിൽ ഷാഫിയെ അങ്ങ് തളർത്തിക്കളയാമെന്ന് ഇവർ കരുതിയെങ്കിലും കാര്യങ്ങൾ തകിടം മറിഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഇപ്പുറത്ത് കുടുക്കിയത് ഷാഫിയെ ആണെന്നുള്ളതിൽ അവർക്ക് ചില കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്നുള്ളതാണ്. കാരണം ഈ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയെയും ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തെയും അധിക്ഷേപത്തെയും ഒന്നും പാലക്കാട് നിന്നുള്ള മറ്റു നേതാക്കൾ, CPMന്റെ മറ്റു നേതാക്കൾ ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. AK ബാലനും NN കൃഷ്ണദാസും MP രാജേഷും അടങ്ങുന്ന സംഘം എല്ലാവരും ഈ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിനെ ഞങ്ങൾ അറിയില്ല, അത് പറഞ്ഞവരോട് ചോദിക്കണം, ഞങ്ങൾക്കതിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പൊ ഇന്നലെ കൂത്തുപറമ്പിൽ നടന്ന ഈ ഒരു പരിപാടിയിൽ, അത് UDFന്റെ നേതൃത്വത്തിൽ നടത്തിയതാണ്. ആ ഒരു പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ജനപങ്കാളിത്തമുള്ള ആ പരിപാടിയിൽ വെച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ നിശിത വിമർശനവുമായി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ എല്ലാവിധ കള്ളക്കളികളെയും നാടകങ്ങളെയും തുറന്നു കാണിക്കുന്നത് എന്നുള്ളതാണ്. കാര്യങ്ങൾ CPMന്റെ കയ്യിൽ നിന്ന് പോവുകയാണ്. CPMന്റെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അടുത്ത കാലത്തായി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പലവിധ കാര്യങ്ങൾ ചർച്ചയാകപ്പെട്ടിട്ടുണ്ടായി. ആ ചർച്ചയായതിൽ ഒന്ന് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളായിരുന്നു. ഈ ആരോപണങ്ങൾ അവർ ഉദ്ദേശിച്ചത്ര ഫലം കണ്ടില്ല എന്നുള്ളതാണ് CPMന്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ രാഹുലിനെ ചാരി ഷാഫിയെ അങ്ങ് ഒതുക്കാൻ വേണ്ടി പാലക്കാട് സെക്രട്ടറി അത്തരത്തിലൊരു തീരുമാനവും ഒരു അധിക്ഷേപവും നടത്തിയത്. ബട്ട് അതും വില പോയില്ല എന്ന് മാത്രമല്ല, ഷാഫിക്കെതിരെ എടുത്ത വാള് അത് സഖാക്കൾക്കിടയിലും പൊതുമധ്യത്തിലും അത് വലിയ അവമതിപ്പുണ്ടാക്കി പാർട്ടിക്ക് എന്നുള്ളതാണ്. കാരണം അടിസ്ഥാനരഹിതമായി എവിടെയും കൊള്ളാത്ത രീതിയിൽ
ഈ കവലകളിൽ ചർച്ച ചെയ്യുന്ന അതല്ലെങ്കിൽ ഈ മുത്തുച്ചിപ്പി പോലെയുള്ള പൈങ്കിളി മാസികകളിൽ വന്ന പോലെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ആയുധമാക്കി മാറ്റിയത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ള കാര്യവും നേതൃത്വത്തിനിടയിൽ ചർച്ചയായി. അതിന്റെ ഭാഗമായിട്ട് ഈ ജില്ലാ സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം കൂടി പാർട്ടി നേതൃത്വം നൽകിയതായിട്ടാണ് അറിവ്. കാരണം ഈ കാര്യത്തിൽ ഇനി ഒരു അഭിപ്രായ പ്രകടനമോ ഇതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളോ ഒന്നും വേണ്ട, അതങ്ങ് മറന്നു കളയാനാണ് പാർട്ടിയുടെ തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശം. സുരേഷ് ബാബുവിന് കിട്ടിയ ഈ നിർദ്ദേശം അത് സൂചിപ്പിക്കുന്നത് പാർട്ടിയിൽ ഈ ഒരു എസ്പെഷ്യലി ഷാഫിക്കെതിരെ ഈ സുരേഷ് ബാബു നടത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ ഒരു അസംതൃപ്തി പ്രകടമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഷാഫിയോടുള്ള സ്നേഹം കൊണ്ടോ മറ്റൊന്നുമല്ല, അത് ഷാഫിയോടുള്ള ഭയമാണ് അതിനുള്ള കാരണം. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണം ഷാഫിയെ CPM അത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭയക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഷാഫിയുടെ ഒരു ജനസമ്മതിയാണ്. അതിനേക്കാൾ ഉപരി ഈ ആരോപിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമായി അത് പറഞ്ഞു വന്നപ്പോൾ ഈ ജില്ലാ സെക്രട്ടറിയുടെ വായിൽ നിന്ന് അയാൾ തന്നെ അറിയാതെ ആവേശം കൊണ്ട് അങ്ങ് വീണു പോയതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു മുറുമുറുപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഷാഫി എടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി അതിനെ നേരിട്ടത് അതിനെ അങ്ങ് നേരെ നിന്ന് അതിനെതിരെ പോരാടാതെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, എന്നാൽ CPM-നും പിണറായി വിജയന്റെ സർക്കാരിനുമെതിരെ നിരന്തരമായ ആരോപണങ്ങളും ആക്രമണങ്ങളും നടത്തിക്കൊണ്ട്, ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഷാഫി പിണറായിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ NN കൃഷ്ണദാസിന്റെ ഈ സുരേഷ് ബാബുവിന്റെ ഈ പറയുന്ന ആരോപണം അത് ഉറങ്ങിക്കിടക്കുന്ന സമൂഹത്തെ വിളിച്ചുണർത്തിയ പോലെയാണ് എന്നുള്ള ഒരു സംസാരം പൊതുവെ സഖാക്കൾക്കിടയിലും സഖാക്കളുടെ സൈബർ കൂട്ടായ്മകളിലും സൈബർ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ നിരന്തരമായി ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് പാർട്ടിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അത് ബാധിച്ചത് ഷാഫിയെയല്ല. ഷാഫി കാരണം ആ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണത്തിനോ ഒന്നിനും നിൽക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തള്ളിക്കളയുകയും അടുത്തതായിട്ട് നിരന്തരമായി CPM-നെതിരെ ആക്രമണം അയച്ചു വിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളെ, യുവ നേതാക്കളെ ഒരാളെയും, ഷാഫി പറമ്പിലിനെ എന്ന് മാത്രമല്ല ഒരാളെയും ഈ വ്യക്തിപരമായിട്ട് വേട്ടയാടുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അത് കൂടുതൽ ക്ഷീണങ്ങൾ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് സഖാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഇത്തരത്തിൽ ആരോപണങ്ങളും ഈ രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് തന്നെ പിണറായി വിജയന്റെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അത് പിണറായി വിജയന്റെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഈ പിണറായി വിജയന്റെ പരാജയങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും സൈബറിടങ്ങളിൽ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്ക് ഇപ്പോൾ നല്ല രീതിയിലുണ്ട്. അവർ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റഹീം, ജെയ്സി തോമസ്, VK സനോജ് അതുപോലെ അടങ്ങിയിട്ടുള്ള ഈ പാർട്ടിയുടെ യുവജന വിഭാഗത്തോട് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്, അതിപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ജിൻഡോ ജോൺ ആണെങ്കിലും ഹൈബി ഈഡൻ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തിനെതിരെ, എന്തിന് ലീഗിന്റെ PK ഫിറോസിനെതിരെ പോലും KT ജലീലിനോട് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങളോ വ്യക്തികൾക്ക് നേരെയുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോവേണ്ടതില്ല. അത് കൂടുതൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു ആരോപണം ഉന്നയിച്ച് അത് പോകുന്നില്ല, കാരണം അപ്പുറത്തിരിക്കുന്നവർ വെറുതെ ഇരിക്കുന്നില്ല, അവർ കാര്യമായ പണികൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് പലതും അവർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ഈ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിശദീകരണങ്ങളൊക്കെ ജനങ്ങൾ അതിൽ സംതൃപ്തരാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്ക് പോകണ്ട. അതിന് പകരം നമ്മൾ കുറച്ച് കള്ളക്കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് ഗവൺമെന്റിന്റെ നേട്ടങ്ങളാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൽ കാണിക്കുവാനാണ് അവരുടെ ചില തീരുമാനങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു 2 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നുണ്ടായി. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് BJP പോസ്റ്ററുകൾ ഇറക്കുന്നത് കണ്ടു, CPM ഇറക്കുന്നത് കണ്ടു. ബട്ട് ഇതിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച് വരുമ്പോൾ ഇത് ആര് തുടങ്ങി വെച്ചതാണെന്നും ഇത് ആരുടെ ഒരു വികസന പ്രവർത്തനമാണ് എന്നുള്ള ചർച്ചയും വീണ്ടും സജീവമാകുകയാണ്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ചില അതും എസ്പെഷ്യലി ഈ ക്ഷേമ പെൻഷനും അതുപോലെ കിറ്റുകളും ഒക്കെ പൊതിച്ചോറുകളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളക്കണക്കുകളും അതുപോലെ പിണറായി സർക്കാർ ലൈഫ് മിഷനിൽ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ കണക്കുകളും ഒക്കെ നിരത്തിക്കൊണ്ട് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിയും സഖാക്കളും എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും ഇനി വ്യക്തിഹത്യ നടത്തുകയും അവർക്കെതിരെ ഒരു വ്യക്തിപരമായ ആരോപണങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു നിർദ്ദേശവും പാർട്ടി നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നും